ഹായ്, വെൽക്കം ടു കാതിരോല. ഞാൻ പ്രീത. ഇന്ന് നമ്മൾ പ്രീമിയം വെയറും അതുപോലെ തന്നെ ഡെയിലി വെയറും ആയിട്ടുള്ള കുറച്ച് കുർത്തീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമുക്കത് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. ടിഷ്യൂ സിൽക്കിൽ വരുന്ന 3 പീസ് കുർത്തിയാണിത്. ഇതൊരു ലൈറ്റ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെങ്കല്ല് ഷെയ്ഡ് എന്ന് പറയാം. അതിലൊരു പിങ്കിഷും തോന്നിക്കും നമുക്ക്. ഫുള്ളായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ടിഷ്യൂ സിൽക്കാണ്, നല്ല സോഫ്റ്റാണ്. അതിൻ്റെ ചെസ്റ്റ് പോർഷൻ എങ്ങനെയാണ് വരുന്നത്, ഒരു വി നെക്ക് പോലെയാണ് വരുന്നത്. അതിന് കഡ്ദാന വർക്ക്, അത് നല്ല ഗ്ലാസ് ബീഡിൻ്റെ വർക്കുകളൊക്കെയാണ് നിറയെ വന്നിട്ടുള്ളത്. ഇവിടെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്, ലേസ് വർക്കും സുന്ദരമായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇങ്ങനെ ലേസ് വർക്കും എംബ്രോയിഡറി വർക്കും ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. താഴ്ഭാഗത്ത് നോക്കും, നല്ല ഭംഗിയായിട്ടാണ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ എൻഡിൽ വരുമ്പോൾ ഇങ്ങനെയാണ് ഡിസൈനോട് കൂടിയിട്ട് അവസാനിക്കുന്നത്. സൈഡിൽ സ്ലിറ്റ് ഉള്ളതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിലാണ് ഇതിൻ്റെ ഇന്നർ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ്. എൻ്റെ 3/4 സ്ലീവ് വരും. സ്ലീവിൻ്റെ അറ്റത്തും അതുപോലെ തന്നെ ലേസും എംബ്രോയിഡറി വർക്കും ഒക്കെ കാണാം. ബാക്ക് സൈഡ് പ്ലെയിനാണ്. ബാക്ക് ഇതിൻ്റെ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല സുന്ദരമായിട്ടുള്ള ഒരു ഷൈനിങ്ങോട് കൂടിയിട്ടുള്ളത്, നല്ല ഒരു എലഗൻറ്റ് ഷൈനിങ് ആണ് ഇതിൻ്റെ. അതാണ് ഈ ഒരു ടിഷ്യൂ സിൽക്കിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെയാണ് അതിൻ്റെ ദുപ്പട്ടയും വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ടസൽസ് അറ്റത്ത് വരുന്നുണ്ട്. രണ്ട് ഭാഗത്തും ഇതുപോലെ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വന്നിരിക്കുന്നു. നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ്. ഇതൊരു ബാക്ക് സൈഡിൽ, നെക്കിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ ബാക്കി വർക്കുകളെല്ലാം ഇങ്ങനെ കാണാവുന്നതാണ്. അപ്പോൾ അതൊരു ഹൈ വി ആയിട്ടാണ് നമുക്കിതിനെ പറയാൻ പറ്റുക. 3/4 സ്ലീവും ഇന്നറും ഒക്കെയുള്ള ഒരു നല്ലൊരു പീസാണ്. പാർട്ടി വെയർ ആയിട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കാം. വളരെ റീസണബിൾ പ്രൈസിലുള്ളതാണ്. സൈസ് ലാർജ് സൈസിൽ മാത്രമാണിത് ഈ ഒരു കംപ്ലീറ്റ് സെറ്റുകൾ വന്നിട്ടുള്ളത്. എല്ലാം ലാർജ് സൈസിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ധരിച്ചിരിക്കുന്നത് ലാർജ് സൈസ് തന്നെയാണ്. പക്ഷേ ഞാൻ സാധാരണ എക്സലാണ് ഉപയോഗിക്കാറ്. പക്ഷേ എനിക്കിത് ലാർജ് സൈസും സ്യൂട്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓർഡറുകൾ ചോദിച്ചിട്ട് വാങ്ങിക്കുക. എത്രയും വേഗം ഗ്രാബ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഗ്രീൻ ആൻഡ് ആഷ് ഷെയ്ഡ് പോലെ വരുന്ന വേറൊരു കളറാണ് അതിൻ്റെ. ഇതും ടിഷ്യൂ സിൽക്കിൽ തന്നെ പെട്ടിട്ടുള്ളതാണ്. സെയിം അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് സൈഡിലും, അതുപോലെ ഇവിടെ എംബ്രോയിഡറി വർക്ക് സെൻറ്റർ പോർഷനിൽ വി ആയിട്ട് വരും. ഹൈ വി ആയിട്ടാണ് വരുന്നത്. ഇവിടെ കഡ്ദാന വർക്കും ഗ്ലാസ് ബീഡ് വർക്കൊക്കെ സുന്ദരമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ലേസ് വർക്കും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ 3/4 സ്ലീവാണ്. അറ്റത്ത് ഇതുപോലെ തന്നെ ലേസ് വന്നിരിക്കുന്നു. താഴ്ഭാഗത്തും എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൊണ്ട് നല്ല സുന്ദരമായിട്ട് തന്നെ വർക്കുകൾ വന്നിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഇതിലും പ്ലെയിൻ തന്നെയാണ്. നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു ഷൈനിങ് ആണ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ബാക്ക് പോർഷൻ ഇങ്ങനെ. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോഴും ടിഷ്യൂ സിൽക്കിലാണ്. നല്ല ഭംഗിയുള്ള ഷൈനിങ്. പാൻറ് ഇതിൻ്റെ ഇങ്ങനെയാണ് പാൻറ് വരുന്നത്. സിൽക്കിൽ വരുന്ന പാൻറ്റാണ്. ഇങ്ങനെയാണ് അതിൻ്റെ എൻഡ് വരുന്നത്. ഇങ്ങനെ എംബ്രോയിഡറിയോട് കൂടിയിട്ട് നെറ്റഡ് എംബ്രോയിഡറി അതുപോലെ ലേസ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സെയിം ടോൺ ആയിട്ടുള്ള പാൻറ്റാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതും ഒരു ബ്ലൂവിലേക്ക് കലർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. സെയിം ടിഷ്യൂ സിൽക്ക് തന്നെയാണ്. എംബ്രോയിഡറി വർക്ക് അതെല്ലാം സെയിം ആണ്. സൈഡിലും എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നു. 3/4 സ്ലീവാണ്. ടിഷ്യൂ തന്നെ. സ്ലീവിൽ വരെ നമുക്ക് ലൈനിങ് കിട്ടുന്നുണ്ട് കേട്ടോ. സ്ലീവിൽ വരെ നമുക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ലൈനിങ് ആണ്. സൈഡിലും ഓപ്പൺ ആണ്. സ്ലീവ് ഉണ്ട്. അതിൽ ഇന്നർ വന്നിട്ടുണ്ട്. എംബ്രോയിഡറി വർക്കൊക്കെ വന്നിരിക്കണം. ബാക്ക് പോർഷൻ പ്ലെയിൻ തന്നെ. ബാക്ക് ഇതിൻ്റെയും പ്ലെയിൻ തന്നെയാണ്. എംബ്രോയിഡറി വർക്ക് ഫുള്ളായിട്ട് അതുപോലെ ടിഷ്യൂ സിൽക്കായിട്ടുള്ള ഈ ദുപ്പട്ടയിൽ വന്നിട്ടുണ്ട്. അവിടെ എവിടെയായിട്ട് ധാരാളമായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ രണ്ട് ഭാഗത്തും ലേസും എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
ഹൈ നെക്ക് പോലെയുള്ളതാണ് പാൻറ്. സെയിം കളറിൽ തന്നെയുള്ള പാൻറ്. സൈഡിൽ ഇങ്ങനെ അടിഭാഗത്താവുമ്പോൾ ഇങ്ങനെ വരും. വൺ സൈഡ് എലാസ്റ്റിക് ആണ്. ഒരു സെമി സിൽക്ക് പോലെയുള്ള പാൻറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ബലമുള്ളതാണ്. യൂസ് ചെയ്യും യാതൊരു ബുദ്ധിമുട്ടും ഉള്ളതല്ല. ഇതൊരു പാർട്ടി വെയർ പോലെ ഉപയോഗിക്കാൻ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ഉള്ളതാണ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം. ഏത് കളറാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒരു കളറ് ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡാണ്. പ്രീമിയം കോട്ടണിൽ വരുന്ന കുർത്തിയാണ്. ഇതിൻ്റെ നെക്ക് പോർഷൻ വളരെ പ്രത്യേകതയുള്ളതാണ്. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള പോലെ ഡബിൾ കോളർ പോലെയുള്ള, ഡബിൾ കോളറില്ല, ഒരു സിംഗിൾ കോളർ തന്നെ അതിനിങ്ങനെ ഒരു ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള പോലെയുള്ള ഒരു ഇതളൊക്കെ പോലെയുള്ള നല്ലൊരു പാറ്റേൺ ആണിത്. അതുപോലെ ഇവിടെ എല്ലാം സ്റ്റിച്ചിങ് പോയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് നെക്കിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും ഒരു ടുളിപ്സ് പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇതാ ഇങ്ങനെ എല്ലാം വർക്ക് വന്നിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്ലീവ് എൻഡാണ്. പിന്നെ അതിലെല്ലാം ഈ ഹാൻഡ് പെയിൻറ്റിങ് പോലെ വന്നിട്ടുള്ളതാണ്. ഫുള്ളായിട്ട് ഹാൻഡ് പെയിൻറ്റിങ് പോലെ ഈ ബോഡി ഫുള്ളായിട്ടുള്ള ഒരു കുർത്തിയാണ്. അത്യാവശ്യം കട്ടിയുള്ളതാണ്. പിന്നെ സൈഡിൽ സ്ലീറ്റ് ഉണ്ട്. പ്രീമിയം കോട്ടണിൽ പെട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞല്ലോ. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്. ബാക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് ലേസ് പോലെ വെച്ചിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഇതാണ് അതിൻ്റെ ബാക്ക് വരുന്നത്. ഒരു ലാവണ്ടർ ഷെയ്ഡിൽ വൈറ്റ്, അതുപോലെ തന്നെ ഫോയിൽ പ്രിൻ്റ് കൊണ്ട് വർക്ക് വന്നിട്ടുള്ള ആരൗണ്ട് നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ കോളർ ഇങ്ങനെ നിൽക്കും. ഇവിടെ ഇങ്ങനെ ഒരു പട്ട പോലെ നല്ല സ്റ്റൈലായിട്ടാണ് എംബ്രോയിഡറി വർക്കോട് കൂടിയിട്ടുള്ള ലേസ് വന്നിട്ടുള്ളത്. ദുപ്പട്ട ഇതിൻ്റെ ജാപ്പനീസ് ഷിഫോണിൽ വരുന്നതാണ്. അത് ഹാൻഡ് പെയിൻറ്റഡ് ഒക്കെയാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള രണ്ട് സൈഡിലും ഇങ്ങനെ വർക്ക് വന്നിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ്. നല്ല ക്വാളിറ്റിയുള്ള ഷിഫോണാണ് ഇത്. ജാപ്പനീസ് ഷിഫോൺ എന്നാണ് മാനുഫാക്ചർ അവകാശപ്പെടുന്നത്. അതിലാണ് ഈ ഹാൻഡ് ബ്രഷ് പെയിൻറ്റിങ് വന്നിട്ടുള്ളത്. അതുപോലെ പാൻറ് പ്യുവർ കോട്ടണിൽ വരുന്ന പാൻറ്റാണ്. ഇങ്ങനെ വരും പാൻറ്റിൻ്റെ അറ്റത്തും വർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ലേസ് വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പോം പോലെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സെയിം കളറാണ്. ഫുള്ളായിട്ട് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിലാണ് ഇപ്പോൾ കുർത്തിയും വന്നിട്ടുള്ളത്. കോട്ടണിലെ ഷിഫ്ലി വർക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. 3 പീസാണ്. ഫുള്ളായിട്ട് ഇവിടെ ബോഡി ഫുള്ളായിട്ട് ഷിഫ്ലി വർക്ക് നമുക്ക് കാണാവുന്നതാണ്. നെക്ക് പോർഷനിൽ ഇങ്ങനെ ലേസ് വന്നിട്ടുണ്ട്. ഫ്ലവേഴ്സ് വന്നിരിക്കണം. ഫുള്ളായിട്ട് ലേസ് വർക്ക് താഴെയായിട്ട് വന്നിട്ടുണ്ട്. നല്ല പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല ഒരു കോട്ടണിലുള്ള ലൈനിങ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷിഫ്ലി വർക്ക് കുറച്ചിങ്ങനെ കാണുന്നതിന് ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ചൊരു ഭാഗം മാത്രം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ലൈനിങ് ഇല്ല. സൈഡിൽ സ്ലീറ്റ് ഉള്ളതാണ്. 3/4 സ്ലീവാണ്. അറ്റം പ്ലെയിൻ ആണ്. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ്. സെയിം ഡിസൈനിൽ തന്നെ ഒരു ബാക്ക് പോർഷൻ. ഒരു സ്റ്റോൾ ടൈപ്പാണ് ദുപ്പട്ട. അത് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ദുപ്പട്ടയാണ്. ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. പാൻറ് പോർഷൻ കോട്ടനാണ്. പാൻറ് നല്ല കോട്ടണിൽ വരുന്നതാണ്. ഒരു പീച്ച് കളറിലുള്ള പാൻറ്റാണ് ഇതിന് മാച്ച് ചെയ്തിട്ടുള്ളത്. ഷിഫ്ലി വർക്ക് ആയിട്ടുള്ളതാണ്. ഇത് വളരെ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ഉള്ളതാണ്. സൈസ് മീഡിയം ടു XXL സൈസിൽ ലഭ്യമാണ്. കോട്ടണിൽ ഷിഫ്ലി വർക്ക് തന്നെ വന്നിട്ടുള്ള മറ്റൊരു കുർത്തിയാണിത്. 3 പീസ് തന്നെയാണ്. ഇതിന് ഫുള്ളായിട്ട് വളരെ ചെറിയ സീക്വൻസ് ഫുള്ളായിട്ട് ബോഡിയിൽ ഫുള്ളായിട്ട് കാണാം. വീനെക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ലേസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും
പൊടി പൊടിയായിട്ട് സീക്വൻസ് വർക്ക് ഫുള്ളായിട്ട് ഈ ചെസ്റ്റ് പോർഷനിൽ നമുക്ക് കാണാം. എംബ്രോയിഡറി വർക്കും വളരെ ക്യൂട്ടായിട്ടാണ് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ പോണു. താഴെയാവുമ്പോൾ ഒരു ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ടാണ് കുർത്തി അവസാനിക്കുന്നത്. താഴെയായിട്ട് ഇതാ ഇങ്ങനെ ഷിഫ്ലി വർക്ക് ശരിയായിട്ട് നമുക്ക് കാണാം. സൈഡ് ഓപ്പൺ ആയിട്ടുള്ളതാണ്. കോട്ടൻ്റെ നല്ല ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഇങ്ങനെ വേറൊരു ഡിസൈനിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. സ്ലീവ് ഷിഫിലി അല്ല. ബാക്ക് പോർഷൻ 2 കളേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലായാലും ബാക്കായാലും ഡബിൾ ഷെയ്ഡ് പോലെയാണ്. ഇവിടെ ഒരു ബ്ലൂ പോലെ വന്നിട്ട് താഴെയാകുമ്പോഴേക്കും ഒരു ഓറഞ്ച് ഒരു പിങ്കിൻ്റെ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഫുള്ളായിട്ട് ബാക്കിൽ താഴെയായിട്ടും അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻ്റ് വന്നിരിക്കുന്നു. സിൽക്കിൽ വരുന്ന മൾബറി സിൽക്കിൽ വരുന്ന നല്ല ദുപ്പട്ടയാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ഒരു ഗോൾഡൻ ലൈനായിട്ടാണ് പോയിരിക്കുന്നത്. 4 വശത്തും ലേസോട് കൂടിയിട്ടുള്ള നല്ലൊരു ദുപ്പട്ട. കോട്ടൻ്റെ പാൻറ്റാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള ഈ ഒരു കുർത്തിയുടെ സൈസുകൾ മീഡിയം ടു XXL ആയിട്ട് വരും. 3XL സൈസിൽ മാത്രം ലഭ്യമാകുന്ന ഒരു കോട്ടൻ്റെ 3 പീസ് കുർത്തിയാണിത്. റൗണ്ട് നെക്കാണ്. ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് വേറൊരു റൗണ്ട് ഷേപ്പും കൂടി ഓവൽ ഷേപ്പിലുള്ള ഒരു ഡിസൈനും കൂടി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മോത്തി വർക്ക് വന്നിട്ട് സുന്ദരമായിട്ടുള്ള അഡ്ഡ വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വളരെ ചെറിയ ഒറിജിനൽ മിറർ വർക്കാണ് ഇവിടെ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. 3XL സൈസിലാണെന്ന് പറഞ്ഞല്ലോ. 3XL സൈസിൽ മാത്രം ലഭ്യമാണ് ഈ സെറ്റ് ഫുള്ളും. 3/4 സ്ലീവാണ്. സ്ലീവിൽ വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. താഴ്ഭാഗം ഇങ്ങനെ സൈഡ് സ്റ്റിച്ച് ഉള്ളതാണ്. അത്യാവശ്യം കട്ടിയുള്ളതാണ്, അതുകൊണ്ട് ലൈനിങ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ. സെയിം ഡിസൈനുള്ള ബാക്ക് പോർഷനാണ്. പിന്നെ ദുപ്പട്ട നല്ല സുന്ദരമായിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. മൽമൽ കോട്ടണിലുള്ള ദുപ്പട്ടയാണ്. വളരെ സോഫ്റ്റാണ്, സ്റ്റൈലിഷാണ്. പാൻറ് ഏകദേശം അതേ കളർ ഡിസൈനിലെ പിങ്കും വൈറ്റും കൂടി കലർന്ന ആ ഒരു ഷെയ്ഡിൽ തന്നെയുള്ള പാൻറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 1 സൈഡ് എലാസ്റ്റിക് ആയിട്ട് പാൻറ്റ് ഇങ്ങനെ വരും. ചെറിയൊരു പലാസോ മോഡൽ എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു പാൻറ്റാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓൺലി 3XL സൈസിൽ മാത്രമാണ് ഇത് കിട്ടുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി.